എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് വായിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ നിങ്ങൾക്കുള്ള രഹസ്യം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ഹെൻറി ഫോർഡിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടാവാം. രണ്ട് തോന്നലും ശരിയാണ്. നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തും നേടാനാവും, ചെയ്യാൻ കഴിയും. മുൻപ് നിങ്ങൾ സ്വന്തം കഴിവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിശ്രേഷ്ഠമായ മനസ്സാണ് നിങ്ങളുടേതെന്ന്. ഈ ശ്രേഷ്ഠമായ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഏത് കണ്ടുപിടുത്തവും, ഏതു പ്രചോദനവും, ഏത് ഉത്തരവും, ഏതു കാര്യവും സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. വാക്കുകളാൽ വിവരിക്കാൻ ആവാത്ത ഒരു വിശിഷ്ട പ്രതിഭയാണ് നിങ്ങൾ. ഇത് നിങ്ങളോട് തന്നെ പറയുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. മൈക്കൽ ബെർണാഡ് ബെക്വിത്ത് പറയുന്നതിതാണ്: ഇതിന് എന്തെങ്കിലും പരിധിയുണ്ടോ? യാതൊന്നും ഇല്ല. നമുക്ക് പരിധികളില്ല, പരിമിതികളും ഇല്ല. ഈ ഭൂമുഖത്തെ ഓരോ വ്യക്തിയിലും ഉള്ള കഴിവും പ്രാഗൽഭ്യവും വരപ്രസാദങ്ങളും പരിധികളില്ലാത്തതാണ്. ഇനി ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്. അത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധം ഉണ്ടാവണം. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധമാണ്. ആ ശക്തിയെ ബോധമണ്ഡലത്തിൽ നിലനിർത്തലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണം വിട്ട് പായുന്ന ഒരു തീവണ്ടി പോലെയാകും. അത് നിങ്ങളെയും വഹിച്ചുകൊണ്ട് കഴിഞ്ഞകാല ചിന്തകളിലേക്ക് കുതിക്കും. അവിടെ നിന്ന് പഴയ കാലത്തെ ചില അനിഷ്ട സംഭവങ്ങളെ പെറുക്കിയെടുത്ത് അത് നിങ്ങളെ ഭാവി ചിന്തയിലേക്ക് കൊണ്ടുപോകും. ആ അനിഷ്ട സംഭവങ്ങളെ ഭാവിയിലേക്ക് സന്നിവേശിപ്പിക്കും. കടിഞ്ഞാണില്ലാത്ത ഈ ചിന്തകൾ പലതിനെയും സൃഷ്ടിക്കുകയും ചെയ്യും. ഉണർവോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തിലുണ്ടാവും. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുതന്നെയാണ് എല്ലാ ശക്തിയുടെയും ആസ്ഥാനം. എങ്ങനെയാണ് കൂടുതൽ ബോധവാനാവുക? അതിനുള്ള ഒരു വഴി, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്നിലുള്ള വികാരാനുഭവം എന്താണ് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളിൽ ആ ബോധം ഉണരുന്നു. കാരണം നിങ്ങൾ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പോൾ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് സ്വയം കൊണ്ടുവരിക. ദിവസേന 100 കണക്കിന് തവണ ഇത് ആവർത്തിക്കുക. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്